ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് ഓൺലൈൻ ട്യൂട്ടർ LOTയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മെയിൻ കണ്ടൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു വൃത്തത്തിനെ രണ്ട് കഷ്ണങ്ങളാക്കുമ്പോൾ ആ വൃത്തത്തെ അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനെ നമ്മൾ ഹാഫായിട്ട് മുറിക്കുമ്പോൾ ആ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം. ഈ അർദ്ധവൃത്തം അല്ലെങ്കിൽ ഈ സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഒന്നാമത്തെ പോയിന്റ് തന്നെ മക്കൾ പഠിച്ചോളാം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നുള്ളതാണ്. അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അത് ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചു തരാം, കറക്റ്റ് മനസ്സിലാക്കിക്കോളാം. ഒരു അർദ്ധവൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്. ആ അർദ്ധവൃത്തത്തിൻ്റെ ഡയമീറ്ററാണ്, വ്യാസമാണ് AC. ഈ AC എന്ന് പറയുന്ന ഈ വ്യാസത്തിൽ നിന്ന് ഞാനൊരു രണ്ട് ലൈനുകൾ വരച്ചിട്ട് 3 കോണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആംഗിൾസ്. ഈ ഓരോ ആംഗിൾസും 90 ഡിഗ്രി വീതമായിരിക്കും. ഇതാണ് അർദ്ധവൃത്തത്തിലെ കോൺ, മട്ടക്കോൺ അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് 90 ഡിഗ്രി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഇതെന്ന് പറയുന്നത്. ഇതുമായിട്ട് നമുക്ക് എക്സാമിന് വരുന്നൊരു ചോദ്യം ഞാൻ തൊട്ടപ്പുറത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾ ഈ ചോദ്യത്തിലേക്ക് നോക്കിക്കോളാം. ഇവിടുത്താണ് ചിത്രം. ഈ ചോദ്യത്തിൽ കറക്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒറ്റയടിക്ക് ഇത് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. ചോദ്യം ഇതാണ്: ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ വൃത്തത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ വ്യാസം ആരം എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പം റേഡിയസ് അല്ലെങ്കിൽ ആരം കിട്ടണമെങ്കിൽ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഈ കോൺ ബി, ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു പോയിന്റിലൂടെ കടന്നു പോകാം. ഇപ്പോൾ പഠിച്ച പോയിന്റ് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ നോക്കാം, ഈ ആംഗിൾ ബി 90 ഡിഗ്രി വരണമെങ്കിൽ അവിടെ ഒരു അർദ്ധവൃത്തം ഉണ്ടായിരിക്കണം. ആ അർദ്ധവൃത്തം എന്ന് പറയുന്നത് എയും സിയും ജോയിൻ ചെയ്യുന്ന ഇതായിരിക്കൂലേ അർദ്ധവൃത്തം. അപ്പോൾ അതിൻ്റെ അർത്ഥം AC എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കുക, ഈ പെർപെൻഡിക്കുലർ ലെങ്ത് 6ഉം 8ഉം ആണ്. 6ഉം 8ഉം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് ട്രിപ്ലറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 6ഉം 8ഉം ആണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഓട്ടോമാറ്റിക്കലി എത്ര വരും മക്കളെ? 10 വരും. അപ്പം എനിക്ക് പറയാൻ പറ്റും, ഈ ട്രയാങ്കിളിൽ അവർ കണ്ടുപിടിക്കാൻ പറയുന്ന ഇവിടുത്തെ ഈ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്ററാണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത്. അതെനിക്ക് കിട്ടും. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ എന്ന്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി റേഡിയസ് കാണാൻ സിമ്പിളാണ്. ആ വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ, ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആരം അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഡയമീറ്ററിൻ്റെ പകുതി. ഡയമീറ്ററിൻ്റെ പകുതിയാണ് 10/2 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, തൊട്ടടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം പഠിച്ച പോയിന്റ് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നെക്സ്റ്റ് നോക്കുക, ഈ സർക്കിൾസിൻ്റെ 3 ടേംസാണ് നമ്മൾ പറയുന്നത്, 3 പോയിന്റ്സ്. ഒന്നാമത്തത്, എന്താണ് ഒരു സർക്കിളിൻ്റെ കോഡ് അല്ലെങ്കിൽ ഞാണ്? എന്താണ് സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ? എന്താണ് നമ്മൾ ആർക്ക് അല്ലെങ്കിൽ ചാപം? ഈ 3 ടേംസുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ചെറിയ ടേംസ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സർക്കിൾസിൻ്റെ എന്താണ് ഞാണ്, എന്താണ് ആർക്ക്, എന്താണ് ചാപം, എന്താണ് കേന്ദ്രകോൺ, എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കറക്റ്റ് മനസ്സിലാക്കിക്കോളാം. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിൽ ഞാൻ AB എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ AB എന്ന് പറയുന്ന ലൈനാണ് സർക്കിളിൻ്റെ ഞാണ് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡിൽ നിന്നും ഞാൻ പുതിയ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആംഗിൾ C എന്ന് കൊടുക്കാം. ആ ആംഗിൾ ഞാൻ ഡിനോട്ട് ചെയ്യുന്നു ആംഗിൾ C. അപ്പോൾ നോക്കാം, ഈ കോഡ് ഞാൻ വരച്ചപ്പം ഈ വൃത്തം 2 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു. ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവും, ഒരു വലിയ ആർക്കും സ്മാൾ ആർക്കും ഉണ്ട്. ഈ വലിയ ആർക്കിലെ വലിയ ചാപത്തിലെ കോൺ എത്രയായിരിക്കും, ചെറിയ ചാപത്തിലെ കോൺ എത്രയായിരിക്കും എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. വൃത്തത്തിൻ്റെ കേന്ദ്രം. കേന്ദ്രകോൺ എനിക്ക് തന്നിട്ടുണ്ട് X ഡിഗ്രിയാണ്. കേന്ദ്രകോൺ X ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ ഈസ് X ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വലിയ ചാപത്തിലെ കോൺ, ലാർജ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ C എന്ന് പറയുന്നത്
സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ x/2. ഒരു ഉദാഹരണം, സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി 80 ഡിഗ്രി ആണെങ്കിൽ ഈ വലിയ ചാപത്തിലെ കോൺ 80ൻ്റെ പകുതി 40 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. വലിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ കേന്ദ്ര കോണിൻ്റെ പകുതി. വലിയ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോളാം. ഇവിടെ ഒരു വലിയ ആർക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ആർക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഡി. അപ്പോൾ ഈ ആംഗിൾ ഡി എത്രയായിരിക്കും? ആംഗിൾ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 180 മൈനസ് x/2. എത്ര? 180 മൈനസ് x/2 ഡിഗ്രി. പലരും ഇതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, 180 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് റോങ്. ഇതാണ് കറക്റ്റ് ആൻസർ, 180 മൈനസ് x/2. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കൂട്ടി വായിക്കാം. ആംഗിൾ സിയും ആംഗിൾ ഡിയും ഞാൻ കൂട്ടി നോക്കുമ്പോൾ x/2 കൂട്ടണം 180 മൈനസ് x/2. ഈ x/2 മൈനസ് x/2 കട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 180 ഡിഗ്രി. എതിർ കോണുകളുടെ തുക 180. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ 180 ഡിഗ്രി. സോ ഇത് എന്ത് ചതുർഭുജമായിരിക്കും മക്കളെ? ചക്രീയ ചതുർഭുജം. ഇത് സൈക്ലിക് കോഡിലാറ്റർ ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ പഠിക്കണം, ഈ ആംഗിളും കൂട്ടിയാൽ സമ്മ് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 2 പോയിന്റ് ഇവിടെ പഠിച്ചു. ഒരു ഞാണ് അല്ലെങ്കിൽ ഒരു കോഡ് AB ഉപയോഗിച്ചാൽ ലൈന് വരയ്ക്കുന്നു, വൃത്തത്തെ 2 ഭാഗങ്ങളാക്കി മുറിക്കുന്നു, ഒരു വലിയ ചാപം ഒരു ചെറിയ ചാപം, എന്നിട്ട് പറയുന്നു വലിയ ചാപത്തിലെ കോണെന്ന് പറഞ്ഞാൽ കേന്ദ്ര കോണിൻ്റെ പകുതി x/2. ചെറിയ ചാപത്തിലെ കോണെന്ന് പറഞ്ഞാൽ 180 മൈനസ് x/2. ഇനി വലിയ ചാപത്തിലെ കോണും ചെറിയ ചാപത്തിലെ കോണും കൂട്ടിയാൽ തുക 180 ഡിഗ്രി. രേഖീയ ജോഡികളാണ് എന്ന് പറയാൻ പറ്റും. ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ട് എൻ്റെ മക്കളുടെ ചോദ്യത്തിലേക്ക് നോക്കിക്കോളാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ചിത്രത്തിൽ ത്രികോണം ABC എന്ന് പറയുന്നത് പ്രത്യേക കണ്ടീഷൻ മനസ്സിലാക്കണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണം. എന്താ മക്കളെ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് സമഭുജ ത്രികോണം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആംഗിൾ ACB എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 1 മനസ്സിലാക്കിക്കോളാം. ആംഗിൾ ACB, ഈ ആംഗിൾ എത്ര ഡിഗ്രി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാണ് ആംഗിൾ ACB ഈക്വൽ ടു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സമഭുജ ത്രികോണമാണെങ്കിൽ എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ആംഗിൾ ACB ഈക്വൽ ടു 16 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ B, ആംഗിൾ D എത്ര? ഈ ആംഗിൾ D എത്ര? അപ്പോൾ അറിയാം, ഈ ആംഗിൾ ഡിയും അതിൻ്റെ എതിരെയുള്ള ആംഗിൾ എയും രേഖീയ ജോഡികളാണ്. കൂട്ടിയാൽ തുക 180 ഡിഗ്രിയാണ്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. കാരണം ABC ഇക്വലാറ്ററൽ സമഭുജ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി കിട്ടാൻ 180 മൈനസ് 60 ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 120 ഡിഗ്രി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ആംഗിൾ ഡി ഒന്നും കൂടെ പറയാം. ആംഗിൾ ഡി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡത്തെ ആംഗിൾ ഈ എയും ഡിയും കൂട്ടിയാൽ സമ്മ് 180 വരണം. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 60 ഈക്വൽ ടു 120 ഡിഗ്രി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സി, ആംഗിൾ BCD ഈക്വൽ ടു എത്ര? നോക്കുക, ആംഗിൾ BCD ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട് 120 ഡിഗ്രി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻ മറക്കരുത്, BD ഈക്വൽ ടു CD എന്ന്. അതായത് ഈ ലെങ്ത്തും ഈക്വൽ. അതിൻ്റെ അർത്ഥം ഈ ട്രയാങ്കിൾ ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും പാടെ സമ്മ് 180 എന്ന് മൈനസ് ചെയ്യുമ്പോൾ 60 കിട്ടണം. അപ്പോൾ ഈ ആംഗിളും 60യെ 2 തുല്യ ഭാഗമാക്കി മുറിക്കുമ്പോൾ 13 എന്ന് വരും. അതിൻ്റെ അർത്ഥം ആംഗിൾ BCD ഈക്വൽ ടു 13 ഡിഗ്രി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഡി നോക്കുക, വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ആയിക്കോളാം.
ഞാൻ എയിൽ നിന്നും ഡിയിലേക്ക് ഒരു ഡോട്ടഡ് ലൈന് വെച്ച് ഒരു ലൈന് വരച്ചാൽ ഇതാണല്ലോ ഈ വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇത് ഇക്വലാറ്ററൽ സമഭുജ ത്രികോണമാണ്. നോക്കുക, ഈ സൈഡും ഈക്വൽ, അത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതാം. എ ബി ഈക്വൽ ടു 12 സെൻറ്റിമീറ്ററും ബി ഡി ഈക്വൽ ടു 5 സെൻറ്റിമീറ്ററും. ഇനി നോക്കാം, എ ഡിയുടെ ലെങ്ത് കാണണം. എ ഡി വ്യാസമാണ്. അപ്പോൾ 2 അർദ്ധവൃത്തങ്ങൾ സെമി സർക്കിൾ ഫോം ചെയ്താൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതൊരു പൈതഗോറൻ ട്രിപ്ലറ്റ് ആണ്. 5ഉം 12ഉം വന്നാൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എനിക്ക് വരേണ്ടത് 13 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ അർത്ഥം എ ഡി ഈക്വൽ ടു 13 സെൻറ്റിമീറ്റർ. വ്യാസം, ഈ വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഈക്വൽ ടു 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇനി നോക്കാം, ഇങ്ങനെ ഒരു ഫിഗർ വരച്ചതിൽ കറക്റ്റ് മനസ്സിലായിക്കോളാം. എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഞാൻ 3 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്ടാക്കി എഴുതാം. ഒന്നാമത്തത് ഞാൻ ഈ കൊടുത്തു, ആംഗിൾ സി. അടുത്തത് ആംഗിൾ ഡി, അടുത്തത് ആംഗിൾ ഇ. നമ്മൾ പറയാൻ പോകുന്നത് ആംഗിൾ സിയുടെയും ആംഗിൾ ഡിയുടെയും ആംഗിൾ ഇൻ്റെയും പ്രത്യേകത, അതിൻ്റെ സ്ഥാനങ്ങൾ എവിടെ വരുന്നതാണ് നോക്കുക. ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്കറിയാം. കാരണം എന്താ, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ദ ആംഗിൾ ഫോംഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ഈ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്മേലായിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇത് നോക്കുക, ആംഗിൾ ഡി, ഈ ആംഗിൾ വൃത്തത്തിൻ്റെ പുറത്താണ്. കാരണമുണ്ട്. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടിലും കുറവായിരിക്കും, ലെസ് ആയിരിക്കും. അപ്പോൾ നോക്ക്, പഠിച്ചോളാം. ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് വൃത്തത്തിന്മേൽ ഓൺ ദി സർക്കിൾ ആയിരുന്നു. ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രിയെക്കാട്ടിലും കുറവായതുകൊണ്ട് ഔട്ടർ ദി സർക്കിൾ, വൃത്തത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇനി സിമ്പിളായിട്ട് കിട്ടും, ആംഗിൾ ഇ ഈക്വൽ ടു 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലായിരിക്കും. പഠിക്കേണ്ട 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, ആംഗിൾ സി 90 ഡിഗ്രി ആകുമ്പോൾ ഓൺ ദ സർക്കിൾ, വൃത്തത്തിന്മേൽ. ആംഗിൾ ഡി 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ്, അപ്പോൾ വൃത്തത്തിൻ്റെ പുറത്താണ് വരിക. ആംഗിൾ ഈ 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലാണ്, അപ്പോൾ വൃത്തത്തിൻ്റെ അകത്താണ് വരിക. ഈ 3 പോയിന്റ്സ് പഠിക്കുക. ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറയാം. ഇങ്ങനെ ആയിരിക്കും. എ ബി എന്ന് പറയുന്ന ഒരു ലൈന് തരും, എന്നിട്ട് അതിലൊരു 3 ആംഗിളും അവർ തരും. എന്നിട്ട് ഈ 3 ആംഗിൾസിൻ്റെയും മെഷർമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം, ഇത് 90 ഡിഗ്രി, ഇത് 110, ഇതൊരു 70 ഡിഗ്രി എന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ പറയും എ ബി വ്യാസമായിട്ടൊരു സർക്കിൾ വരക്കാം, അല്ലെങ്കിൽ എ ബി ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരക്കുമ്പോൾ ഈ 3 ആംഗിൾസിൻ്റെയും സ്ഥാനങ്ങൾ എവിടെ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നോക്കുക, ഈ ആംഗിൾ 110 ആണ്, 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണ്, അത് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്, അത് ഓൺ ദി സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന്മേലായിരിക്കും. ഇത് 70 ഡിഗ്രിയാണ്, 90നെക്കാട്ടിലും കുറവാണ്, വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പല തവണ ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മറക്കരുത്, ഈ ഭാഗം മറക്കരുത്. 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, കുറവാണെങ്കിൽ പുറത്ത്, കൂടുതലാണെങ്കിൽ അകത്തായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, തൊട്ടും നമ്മൾ പറഞ്ഞു സൈക്ലിക് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്താണെന്ന് പറഞ്ഞു. ഇനി അതുമായി ബന്ധിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായിക്കോളാം. ഞാനിവിടെ എ ബി സി ഡി എന്ന് പറയുന്ന 2 ഞാനെടുത്ത് അതിന് പുറത്ത് പി എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് നീട്ടി വരച്ച് അവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ കറക്റ്റ് മനസ്സിലായിക്കോളാം. പി എ ഈക്വൽ ടു പി സി, ഇത് അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എ സിയും ബി ഡിയും ജോയിൻ ചെയ്യുമ്പോൾ, കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ഇതും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെ? അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോളാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എ സിയും ബി ഡിയും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ എ സി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ പി എ സി.
അതേപോലെ തന്നെ ബി ഡി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ പി ബി ഡി. ഈ രണ്ട് ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് അവർ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കുക. എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അത് സമപാർശ്വലംബകം ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് ദ ക്വാഡ്രാറ്ററൽ എ ബി സി ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. തന്നിരിക്കുന്ന ലംബകം സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കിക്കോളാം. എനിക്കറിയാം പി എ ഈക്വൽ ടു പി സി ആണ്. അതേപോലെ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, എ ബി ഈക്വൽ ടു സി ഡി ആകുമോ ഇല്ലയോ? അതിന് നമ്മൾ തൊട്ടടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴുള്ള ഈ ലെങ്ത് ഓഫ് ദി കോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. പി എ ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞിട്ട് എന്നോട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യം എ ബിയും സി ഡിയും ഈക്വൽ ആണോ എന്നാണ്. അതിന് നമുക്ക് പറയാം, പുറത്തുനിന്നൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദി കോഡ് ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ്റെ കുട്ടികൾക്ക് അറിയാം. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. നോക്കുക, പി എയും പി സിയും ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും പി ബി ഈക്വൽ ടു പി ഡി. നോക്കുക, പി ബി ഈക്വൽ ടു പി ഡി. പി ബിയും പി ഡിയും ഈക്വൽ ആണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എന്താ? എ ബി ഈക്വൽ ടു സി ഡി. കാരണം എന്താ? എ ബി കിട്ടാൻ പി ബിയിൽ നിന്നും പി എ കുറച്ചാൽ മതി. സി ഡി കിട്ടാൻ പി ഡിയിൽ നിന്നും പി സി കുറച്ചാൽ മതി. നോക്കുക, പി ബിയും പി ഡിയും ഈക്വലാണ്, പി എയും പി സിയും ഈക്വലാണ്, പി സി ഈക്വൽ ടു എ ഡി ആണ്. നോക്കുക, സമപാർശ്വലംബകം അല്ലെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയം ആകണമെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമാകണം. ഒന്നാമത്തെ കണ്ടീഷൻ റെഡിയാണ്, എ ബിയും സി ഡിയും ഈക്വൽ. ഇനി അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്, എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആകണം, എതിർവശങ്ങൾ സമാന്തരമാകണം. ഇവിടെ എതിർവശങ്ങൾ സമാന്തരമായിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒന്നാമത്തത് എ സിയും അടുത്തത് ബി ഡിയും. എനിക്ക് പറയാൻ പറ്റും എ സിയും അതേപോലെ തന്നെ ബി ഡിയും പരസ്പരം പാരലലാണ് അല്ലെങ്കിൽ സമാന്തരമാണ്. അപ്പോൾ ഒരു സമപാർശ്വലംബകത്തിൻ്റെ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ എല്ലാ കണ്ടീഷനായി. ഒന്നാമത്തെ കണ്ടീഷൻ രണ്ട് വശങ്ങൾ തുല്യമാകണം, എ ബി ഈക്വൽ ടു സി ഡി. രണ്ടാമത്തെ കണ്ടീഷൻ രണ്ട് എതിർവശങ്ങൾ സമാന്തരമായിരിക്കണം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എ സി ഈസ് പാരലൽ ടു ബി ഡി. എ സി ബി ഡിക്ക് പാരലലാണ്, സമാന്തരമാണ്. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാർശ്വലംബകമാണ് അല്ലെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയമാണ്. ഈ ചോദ്യം പലതവണ ചോദിക്കാറുണ്ട്, എൻ്റെ മക്കൾ നോട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. തൊട്ട് മുന്നേ നമ്മൾ സൈക്ലിക് അല്ലെങ്കിൽ എന്താണ് ചക്രീയ ചതുർഭുജം ഡിസ്കസ് ചെയ്തു. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ നമുക്കറിയാം ചാപത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദി കോഡ് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായിക്കോളാം, ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ്. അപ്പോൾ നോക്കുക, ഞാനിവിടെ രണ്ട് ഞാണുകൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഞാണിൻ്റെ പേരാണ് എ ബി, രണ്ടാമത്തെ ഞാണിൻ്റെ പേരാണ് സി ഡി. ഈ രണ്ട് ഞാണുകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ്, പോയിന്റിനെ ഞാൻ പേര് കൊടുത്തു പി. എന്നിട്ട് കറക്റ്റ് മനസ്സിലാക്കിക്കോളാം, ഞാൻ ഈ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പോകുകയാണ്. ഏതെങ്കിലും ഒരു ഞാണിൻ്റെ നീളം തന്നിട്ട് മറ്റൊരു ഞാണിൻ്റെ നീളം കാണാനായിരിക്കും പറയാം. അപ്പോൾ പലചരക്ക് സർക്കിൾസിലെ അല്ലെങ്കിൽ ടിക്നോമെട്രിയിലെ ക്വസ്റ്റനായിട്ട് ബന്ധമുണ്ടോ? ടിക്നോമെട്രിയിൽ ഓൺലി വൺ കോഡ്, ഒരു ഞാൻ ഉണ്ടാവുള്ളൂ. സർക്കിൾസിൽ രണ്ട് ഞാൻ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഞാനിൻ്റെ പേര് എ ബി, അടുത്ത ഞാനിൻ്റെ പേര് സി ഡി. കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് ഞാൻ പേര് കൊടുത്തു പി. ഇനി നോക്കുക, ചെയ്യുന്ന രീതി മനസ്സിലാക്കിക്കോളാം, പഠിക്കോളാം. എ ബി എന്ന് പറയുന്ന ഞാടിനെ ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒന്നാമത്തെ കഷ്ണം പി എ, അടുത്ത കഷ്ണം പി ബി. അതേപോലെ സി ഡി എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒന്നാമത്തെ കഷ്ണം പി സി, അടുത്ത കഷ്ണം പി ഡി. ഇനി എൻ്റെ മക്കൾ പഠിച്ചോളാം, ഇങ്ങനെ രണ്ട് ഞാണുകൾ വൃത്തത്തിൻ്റെ ഉള്ളിൽ വെച്ച് പി എന്ന് പറയുന്ന ബിന്ദുവിൽ മുട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ ഇതാണ്, പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. വൺസ് മോർ, പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി.
ഇനി ഇതുമായി ബന്ധിപ്പിക്കുന്ന ചോദ്യം ഇവിടെ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ചില കണ്ടീഷൻ തന്നിട്ടുണ്ട്. പി എ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ, എ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 സെൻറ്റിമീറ്റർ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, പി എ 4 ആണെങ്കിൽ പി ബി എത്ര ആയിരിക്കും? ടോട്ടൽ 10, അതിന് ഇത് 4 പോയാൽ ബാക്കി ഇത് ഓട്ടോമാറ്റിക് എത്ര വരും? 6 സെൻറ്റിമീറ്റർ. അടുത്തത് പി സി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, സി ഡിയുടെ നീളം എത്ര? സി ഡിയുടെ നീളം കിട്ടണമെങ്കിൽ പി സി കിട്ടിയിട്ടുണ്ട്, ഇനി പി ഡിയുടെ നീളം കിട്ടിയാൽ പോരെ? പി ഡിയുടെ നീളം കിട്ടണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ആ ഇക്വേഷൻ? എന്താ? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അതിൽ പി എ ഞാൻ കൊടുക്കുന്നു 4 ഇൻറ്റു പി ബി 6 ആണ്, പി സി എനിക്കറിയാം 3 ആണ്, പി ഡി എനിക്കറിയൂല. 4 ഇൻറ്റു 6 24 ഈക്വൽ ടു 3 പി ഡി. അങ്ങനെയാണെങ്കിൽ പി ഡി കിട്ടാൻ 24/3 എത്ര ആയിരിക്കും? പി ഡി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. എനിക്ക് കിട്ടി പി ഡി 8 സെൻറ്റിമീറ്റർ. എന്നോട് കാണാൻ പറഞ്ഞ പി ഡി അല്ല സി ഡിയാണ്. സി ഡി കിട്ടാൻ ഏതൊക്കെ കൂട്ടിയാൽ മതി? പി സിയും പി ഡിയും കൂട്ടാം. പി സി എത്ര? 3. പി ഡി എത്ര? 8. 3ഉം 8ഉം കൂട്ടുമ്പോൾ 11 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാം ചെറിയൊരു ടെസ്റ്റുള്ള ചോദ്യം മനസ്സിലാക്കിക്കോളാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ 2 കോഡുണ്ട്. ഒന്നാമത്തെ കോഡ് പി എ ബി, അടുത്ത കോഡ് സി ഡി. കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ പി എന്ന പേര് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് മനസ്സിലാക്കുക. എന്നോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എത്ര എന്ന് കാണണം. എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എത്ര? അപ്പോൾ ഞാൻ കാണാൻ പോകണം. കറക്റ്റ് മനസ്സിലാക്കിക്കോളാം. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇനി ഇവിടെ പി എയും പി ബിയും പി സിയും പി ഡി ഒന്ന് നോക്കാം. അവർ തന്നിരിക്കുന്നത് പി എ എന്ന് പറഞ്ഞാൽ 3 പി ബിയോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ സി ഡി തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ, പി സി തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ പി ഡി എത്രയായിരിക്കും? പി ഡി കിട്ടാൻ 14ൽ നിന്നും 6 കുറക്കുമ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? പി എ ഇൻറ്റു, അല്ലെങ്കിൽ പി എ എന്നുള്ളിടത്ത് പി എക്ക് പകരം 3 പി ബി എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരിക? 3 പി ബി ഇൻറ്റു പി ബി സമം പി സി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 6 സെൻറ്റിമീറ്റർ, പി ഡി എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 6 ഇൻറ്റു 8. 3 പി ബി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ 3 പി ബി സ്ക്വയർ ഈക്വൽ ടു 6 8 48. അപ്പം പി ബി സ്ക്വയർ ഈക്വൽ ടു 48/3 ഈക്വൽ ടു 16. അങ്ങനെയാണെങ്കിൽ പി ബി ഈക്വൽ ടു √16 ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ -4 എടുക്കണം. വേണ്ട, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് നമുക്ക് വരാറില്ല. എ ബി കണ്ടുപിടിക്കാൻ പോവാണ്. എനിക്കിപ്പോൾ ലാസ്റ്റായി കിട്ടിയ കാര്യം പി ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പം എൻ്റെ ചോദ്യം, പി എ എന്ന് പറഞ്ഞാൽ 3 പി ബി അല്ലേ? ദാറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു 4 അല്ലേ? ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പോൾ പി എ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു എത്ര വരിക? പി എയും പി ബിയും ആഡ് ചെയ്യാം. കൂട്ടുമ്പോൾ 12 + 4 ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് മിക്കവാറും 3 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നോക്കാറുണ്ട്. കണ്ടീഷനിൽ ഏറ്റവും ടിസ്റ്റുള്ള കണ്ടീഷൻ ഇതാണ്, പി എ ഈക്വൽ ടു 3 പി ബി. അപ്പോൾ നോക്കാം. തൊട്ട് മുന്നേ നമ്മൾ 2 കോഡുകൾ 2 ഞാണുകൾ വൃത്തത്തിൽ വെച്ച് ടച്ച് ചെയ്യുന്നൊരു കേസ് നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇവിടെ നോക്കാം. ഇവിടെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ, പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻസിന് മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നിലത്തുന്ന കണ്ടീഷൻസ് നോക്കാം. എ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ വ്യാസമാണ്, ഡയമീറ്ററാണ്. അതേപോലെ തന്നെ ഈ സി ഡി എന്ന് പറയുന്ന ഞാണ എ ബിക്ക് ലംബമാണ്, പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, കണ്ടീഷൻസ്: എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലംബമാണ്. ആർക്ക്? എ ബിക്ക് ലംബവുമാണ്. ഈ കണ്ടീഷൻസ് ഇവിടെയുണ്ട്. ഇത് നോക്കാം.
ഈ സമയത്ത് നമുക്ക് പഠിച്ച ഇക്വേഷൻ നമുക്കറിയാം, ഇൻസൈഡിൽ ഉള്ളിലാണ് കൂട്ടിമുട്ടുന്നത്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് പി ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരിക? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. നോക്കാം, എൻ്റെ ചോദ്യം കറക്റ്റ് മനസ്സിലാക്കണം. പി സിയും പി ഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും തുല്യമാണോ എന്ന ചോദ്യം. ആണോ അല്ലേ? ആണ്. കാരണം മനസ്സിലായിക്കോളാം. എ ബി വ്യാസമാണ്, എ ബിക്ക് ലംബമാണ് സി ഡി. ലംബം എന്ന് പറയുന്നതിനർത്ഥം ഇത് എ ബി കറക്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലാണ്. അപ്പം മേലേക്കും താഴേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ അളവും തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ പി ഡി എന്നുള്ളിടത്ത് പി സി എന്ന് കൊടുത്താൽ എങ്ങനെയായിരിക്കും വരിക? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി സി. പി സി ഇൻറ്റു പി സി എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ എൻ്റെ മക്കൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? ഇതാണ് ആ ഇക്വേഷൻ. പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഇതെപ്പോഴാണ്? ഒരു ഞാണ് വ്യാസവും മറ്റൊരു ഞാണ് ആ വ്യാസത്തിന് ലംബവും. ഒരു കോഡ് ഡയമീറ്ററും നെക്സ്റ്റ് കോഡ് ആദ്യത്തെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറുമാണെങ്കിലുള്ള കണ്ടീഷനാണ് ഇത്. അപ്പോൾ എനിക്ക് അടുത്തൊരു സംശയം, എപ്പോഴും ഇൻസൈഡിൽ മാത്രമാണോ ജോയിൻ കൂട്ടിമുട്ടുക? അല്ല, ഔട്ട്സൈഡിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? ഔട്ട്സൈഡ് കൂട്ടിമുട്ടി ചിത്രം വരച്ച് നോക്കാം. എ ബി എന്ന് പറയുന്ന ഞാണ്, സി ഡി എന്ന് പറയുന്ന ഞാണ്, എ ബി എന്ന് പറയുന്ന കോഡും സി ഡി എന്ന് പറയുന്ന ഞാൻ നീട്ടി വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പി എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ ഞാൻ വെച്ചു. ഈ പി എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഞാനിൻ്റെ നീളം കാണാനും സെയിം ഇക്വേഷൻ തന്നെയാണ്. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഷോദാറ്റ് എന്ന ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഷോദാറ്റിൻ്റെ ടൈമില്ല, മനസ്സിലായിക്കോളാം. ഇൻസൈഡിലായാലും പെർപെൻഡിക്കുലർ ആയിട്ടും ഔട്ട്സൈഡിലാണെങ്കിലും ടച്ച് ചെയ്യുന്നെങ്കിലും എല്ലാ ഇക്വേഷൻ ഇതാണ്. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഓക്കെ, നമ്മളിവിടെ പഠിച്ചു പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലംബമാണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. അതുപോലെ മതി. ഒരു ചോദ്യം ഇവിടെ നോക്കുക. ചോദ്യം ഇതാണ്. ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ എ ബി വ്യാസമാണ്, ഒ കേന്ദ്രമാണ്, പി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് മേലോട്ട് ലംബം വരച്ചിട്ടുണ്ട്, ഒ ഡി എന്ന് പറയുന്ന ആരോ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം ഒ പിയുടെ ലെങ്ത് എത്ര എന്നുള്ള. ഇനി ഇതിലേക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. ഒ എ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ നിന്നിട്ട്, കാരണം ഒ കേന്ദ്രമാണ്, അപ്പോൾ ഒ എ റേഡിയസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒ ബിയും 6n ആയിരിക്കും അല്ലേ? പി ബി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഒ പി ഈ ഡിസ്റ്റൻസ് കിട്ടാൻ ഒ ബിയിൽ നിന്നും പി ബി കുറക്കാം. 6ൽ നിന്നും 4 കുറക്കുമ്പോൾ ആൻസർ ഈസ് 2 സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പി സിയുടെ നീളം എത്ര? ഇത് ലംബമാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലംബമായി കട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ? പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഇവിടെ പി എ എത്ര? ഒ പി 2 അല്ലേ? അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 6 + 2, 6 കൂട്ടണം 2, 8 ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു പി സി സ്ക്വയർ. 4 ഇൻറ്റു 8 അല്ലെങ്കിൽ 8 ഇൻറ്റു 4, 8 ഗുണിക്കണം 4, 32 ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ എത്രയായിരിക്കും പി സി? പി സി സ്ക്വയർ ഒഴിവാക്കാൻ റൂട്ട് എടുക്കാം. റൂട്ട് 32 സെൻറ്റിമീറ്റർ. കഴിഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം ഇതാണ്, നോക്കിക്കോളുക. അവർ പറയുന്നതാണ് 2 ട്രയാങ്കിൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. 2 ട്രയാങ്കിൾ. ആ 2 ട്രയാങ്കിൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. കറക്റ്റ് മനസ്സിലായിക്കോളാം. ഇതവിടെ എഴുതുകയാണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ എ പി സി, അടുത്ത ട്രയാങ്കിൾ ബി പി സി. എന്നോട് ചോദിക്കുകയാണ്, എ പി സിയുടെയും ബി പി സിയുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ ഓഫ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ പി സി ആൻഡ് ബി പി സി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അതിൻ്റെ ബേസിനെ, പാദത്തിനെ കട്ട് ചെയ്യുന്ന അതേ അംശബന്ധത്തിലായിരിക്കും ഏരിയയെയും പരപ്പളവിനെയും കട്ട് ചെയ്യുക. അപ്പം ഞാൻ നോക്കുകയാണ്, ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബിനെ കട്ട് ചെയ്യുന്ന അംശബന്ധം എന്ന് പറഞ്ഞാൽ എ പി ഈസ് ടു പി ബി. എ പി എത്രയാണ്? 8.
1:PB4. നോക്കിക്കോളാം, പരപ്പളവിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ പാദത്തിനെ മുറിക്കുന്ന അതേ അംശബന്ധം നമ്മൾ 1 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാദത്തിനെ മുറിക്കുന്ന അംശബന്ധം 8:4 എന്നാണ്. 8:4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാക്കും, ചെറുതാക്കുമ്പോൾ 2:1 എന്ന് എഴുതാൻ പറ്റും. അപ്പം ട്രയാങ്കിൾ APCയുടെയും ട്രയാങ്കിൾ BPCയുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം 2:1 ആണ്. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ സി ക്വസ്റ്റ്യൻ നോക്കുക, PA:PB എത്ര എന്നാണ്. PA:PB എന്ന് പറഞ്ഞാൽ AP:PB എന്നാണ്. ആൻസർ 8:4 ആണ്. ദാറ്റ് ഈസ് 2:1 ആണ്. ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം മറക്കരുത്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വന്ന് ചോദ്യം ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ബിന്ദുവിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കുക, AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്ന കോഡും ഔട്ടർ പോയിന്റ് Pയിലേക്ക് നമ്മൾ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം PD എത്ര, AB എത്ര. തന്നിരിക്കുന്ന കണ്ടീഷൻ മനസ്സിലാക്കിക്കോളാം. PC എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ, CD = 4 സെൻറ്റിമീറ്റർ, PB:PA 2:3 ആണ്. അപ്പം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. നോക്കിക്കോളാം. ഒന്നാമത്തെ ചോദ്യം PD എത്ര എന്നാണ്. PD കിട്ടാൻ PCയിൽ നിന്നും CD കുറക്കാം. PC 10, CD 4 കുറക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം AB ആണ്. AB കിട്ടാൻ നമുക്കറിയാം, ഞാനുള്ള പഠിക്കാൻ ഇക്വേഷൻ ഉണ്ട്. PA×PB = PC×PD. അപ്പോൾ നോക്കാം, ഇവിടെ PBയും PAയും തമ്മിലുള്ള റേഷ്യോ 2:3. ചെറുതാക്കുമ്പോഴാണ് അംശബന്ധം കിട്ടുക, റേഷ്യോ കിട്ടുക. അപ്പം ഞാൻ PB:PA ആണല്ലോ 2:3. അപ്പം PB = 2x എന്നെടുത്താൽ PA = 3x എന്ന് വരും. അപ്പം ഞാനത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? 3x × 2x = PC എനിക്കറിയാം 10, PD എനിക്കറിയാം 6. ഇനി 3x × 2x ഗുണിക്കുമ്പോൾ 3 × 2 6, x × x x² = 60. അപ്പോൾ x² = 60/10. ആൻസർ ഈസ് എത്രയായിരിക്കും വരിക? 60/6 ചെറുതാക്കുമ്പോൾ 10 എന്ന ആൻസർ വരും. ഇനി മനസ്സിലാക്കിക്കോളാം, x² = 10. അപ്പോൾ x = √10. എന്നോട് കാണാൻ പറഞ്ഞിരിക്കുന്ന കാര്യം AB കാണണമെങ്കിൽ PAയിൽ നിന്നും PB കുറക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം PA എത്ര? PA എത്ര ആയിരിക്കും? 3x ആണ്. അപ്പോൾ 3 × √10 3√10. അപ്പോൾ PB 2x ആണ്, 2√10. അങ്ങനെയാണെങ്കിൽ AB കിട്ടാൻ PAയിൽ നിന്നും PB കുറക്കാം. കുറക്കുമ്പോൾ 3√10 - 2√10. ആൻസർ ഈസ് 1√10. ദാറ്റ് ഈസ് √10. ABയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √10. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഞാനിൻ്റെ നീളമാണ്. 3 കേസ് ഇൻസൈഡിൽ, ആ ഇൻസൈഡിൽ തന്നെ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. പിന്നെ മൂന്നാമത്തെ കേസ് ഔട്ടർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും. വരയ്ക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ സർക്കിൾസിൽ നമുക്കറിയാം 3, 4, 5 മാർക്കിനൊക്കെ, ഇപ്പോൾ 12 മാർക്കിന്, അതായത് 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിനൊക്കെ ചിത്രങ്ങൾ വരാറുണ്ട്. ആ ഭാഗം ഡിസ്കസ് ചെയ്തോളാം. ഒന്നാമത്തെ ചോദ്യം പരിവൃത്തം, സർക്കം സർക്കിൾ, അതായത് സർക്കം റേഡിയസ് തരും, പരിവൃത്ത ആരം തരും. നോക്കാം, പരിവൃത്ത ആരം 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. എന്നിട്ട് അതിനുള്ളൊരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിൻ്റെ 2 കോണുകൾ തന്നിട്ടുണ്ട്, 60ഉം 70ഉം. അപ്പോൾ നിങ്ങൾക്കറിയാം മൂന്നാമത്തെ കോൺ ഓട്ടോമാറ്റിക് എത്ര ആയിരിക്കും? 60ഉം 70ഉം കൂട്ടി എത്ര കിട്ടുക? 130. അപ്പോൾ അടുത്ത കോൺ 50 ഡിഗ്രി ആയിരിക്കും. ഇത് വെച്ച് എങ്ങനെ ചിത്രം വരയ്ക്കാം? ഇവിടെ ചിത്രം വരച്ചിട്ട് നോക്കുക. റഫ് ഫിഗറാണ്. എൻ്റെ മക്കൾ കോമ്പസും പ്രൊട്രാക്ടറും ഉപയോഗിച്ച് വരയ്ക്കണം. ആദ്യം ഞാൻ 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കും. നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഈ വലിയ ചാപത്തിലെ കോൺ, എതിരെയുള്ള കോൺ. അപ്പോൾ നോക്കുക, എനിക്ക് 60 കിട്ടണമെങ്കിൽ 60 ഒരു ട്രയാങ്കിളിൻ്റെ കോണായി വരണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 120 വരണം. 170 ആണെങ്കിൽ 140 വരണം. 50 ആണെങ്കിൽ 100 വരണം. ഫസ്റ്റ് ഞാനൊരു റേഡിയസ് വരക്കും. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ ആദ്യം 120 ഡിഗ്രി അളന്നിട്ട് ഒരു ലൈന് വരക്കുമ്പോൾ ഇതിൻ്റെ എതിർവശം ഇത് 60 ഡിഗ്രി ആയിരിക്കും.
അതേപോലെ 70 കിട്ടണമെങ്കിൽ 140 എടുക്കണം. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 150 എടുക്കും, ഇവിടെ വെച്ചിട്ട് 100 എടുക്കും. അങ്ങനെ ഈ ടോട്ടൽ 360, കാരണം ഒരു ബിന്ദുവിൻ്റെ ഒരു പോയിൻറ്റ്സിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ 360. അപ്പോൾ നോക്കുക, ഇങ്ങനെ 3 ലൈന് കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഞാനിത് ജോയിൻ ചെയ്യുന്നതിന് മുന്നുള്ള ഫിഗറാണ്. ഇങ്ങനെയായിരിക്കും എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഇനി എന്ത് ചെയ്താൽ മതി അറിയോ? ഈ 3 പോയിൻറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പരിവൃത്തം, സർക്കിൾ കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചിത്രം. നോക്കാം, രണ്ടാമത്തെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. √12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു എക്സാമ്പിൾ പറയാം. √12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ഒരു വശം √12 ആയ സമചതുരം വരയ്ക്കുക, അല്ലെങ്കിൽ പരപ്പളവ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയ പരപ്പളവ് വരയ്ക്കുക, അല്ലെങ്കിൽ സമചതുഭുജ ത്രികോണം വരയ്ക്കുക. അതായത് മെയിൻ കണ്ടന്റ് √12 ഉള്ള ഒരു വര വരയ്ക്കണം എന്നാണ്. അതിന് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ എൻ്റെ മക്കൾക്കറിയാം. PA × PB = PC² എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് നമ്മളിവിടെ വരയ്ക്കുക. അപ്പോൾ ആദ്യം നോക്കാം, ഗുണിക്കുമ്പം ഏത് 2 സംഖ്യ ഗുണിക്കുമ്പോഴാണ് ഈ റൂട്ട് ഒഴിവാക്കുമ്പോൾ അവിടെ 12 അല്ലേ വരിക? 12 കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇഷ്ടം പോലെ എടുക്കാം. നിങ്ങൾക്ക് 4 3 എടുക്കാം, 6 2 എടുക്കാം, 12 1 എടുക്കാം. ഞാനിവിടെ 6 2 എടുത്തു. അപ്പം ഞാൻ നോക്കാം, ആദ്യം 6 സെൻറ്റിമീറ്ററിനുള്ള PAP പിന്നെ 2 സെൻറ്റിമീറ്ററുള്ള PB വരച്ചാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പം ഇതെന്ന് പറഞ്ഞാൽ PC² എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട √12 അല്ലേ? ഇതെങ്ങനെ √12 വരിക എന്നാണ് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കിക്കോളാം. PA × PB എത്ര നോക്കാം? 6 × 12 = PC². അപ്പോൾ 12 = PC². അപ്പോൾ നിങ്ങൾ പറയും PC എത്ര ആയിരിക്കും? √12 ആയിരിക്കും. അങ്ങനെയാണ് PC √12 നമുക്ക് കിട്ടുക. ഈ √12 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സമചതുരമാണ് വരയ്ക്കേണ്ടെങ്കിൽ കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ട് ചാപം വരയ്ക്കുക, അതുപോലെ ഇങ്ങോട്ട് ചാപം വരയ്ക്കുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ കുത്തി ഇങ്ങോട്ട് ചാപം വരയ്ക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? സമചതുരം കിട്ടും. ഞാൻ അതല്ല സമഭുജ ത്രികോണ വരയ്ക്കേണ്ടത് കുഴപ്പമില്ല. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ലെങ്ത് എടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ചാൽ മതി. നമ്മൾ ഇഷ്ടം പോലെയാണ്. സമചതുരം ആകാം, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകാം, സമചതുര ത്രികോണമൊക്കെ ആവാം. ഇതാണ് രണ്ടാമത്തെ ചിത്രം. ദെൻ ചിത്രം നമ്പർ 3 നോക്കാം. മൂന്നാമത്തെ ചിത്രമാണ് കുറച്ചും കൂടി നോക്കല്ലോ. ഒരു ചതുരം വരയ്ക്കാൻ പറയും. ആ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം സ്ക്വയർ തന്നിട്ട് റെക്റ്റാങ്കിൾ തന്നിട്ട് ആ റെക്റ്റാങ്കിളിന് തുല്യ പരപ്പളവുള്ള സമചതുരം പറയും. അപ്പോൾ നോക്കിക്കോളാം, എനിക്കറിയാം, എന്നോട് പറയാണ് വശങ്ങൾ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചതുരം വരയ്ക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചതുരം വരയ്ക്കും. എന്നിട്ട് പറയാണ് അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ പറയുമ്പോൾ ചെയ്യേണ്ട പരിപാടി, ഈ ചതുരത്തിൻ്റെ വീതി ബ്രെഡ്ത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടും. ഞാനിത് ക്ലീൻ ചെയ്യാം, നോക്കിക്കോളാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള സമചതുരം എന്ന് നിങ്ങൾ വിചാരിക്കും, ചതുരം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ വീതിയെ, ഈ ബ്രെഡ്ത്തിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ടോട്ടൽ 9 ആയല്ലോ. ഈ 9ൻ്റെ മധ്യബിന്ദു 4.5. ഇനി നിങ്ങൾക്ക് അറിയാത്ത മെഷറാണെങ്കിൽ നമുക്കറിയാം, ബൈസെക്ടർ വരച്ചാൽ മതി. സമഭാജി വരച്ച കേന്ദ്രം കാണാം. അത് വെച്ചിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കും. മേലോട്ട് വരച്ച ഫിഗർ കൺഫ്യൂസ്ഡ് ആവും, ഞാൻ താഴോട്ട് വരയ്ക്കാം. ഇങ്ങനെ ഒരു അർദ്ധവൃത്തം എൻ്റെ കുട്ടികൾ വരയ്ക്കും. ശേഷം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ അർദ്ധവൃത്തം വരച്ചിട്ട് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് അവർ വരയ്ക്കാൻ പറഞ്ഞ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇത് എത്രയും വരിക എന്നല്ലേ? ഇതാണ് എനിക്ക് വരയ്ക്കേണ്ട സമചതുരത്തിൻ്റെ ഒരു സൈഡ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കോമ്പസിൽ അടയാളപ്പെടുത്തി ഇങ്ങോട്ട് ചാപം വരച്ച് നീട്ടാം. ഇവിടെ കുത്തി ഇതേ ലെങ്ത് എടുത്ത് ഇവിടെയും ചാപം, ഇവിടുന്ന് ചാപം വരയ്ക്കുക, യോജിപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. കിട്ടിയ സ്ക്വയർ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഇതും എൻ്റെ മക്കൾക്ക് ചോദിക്കാറ് ഉണ്ട്. നോക്കാം, അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് വരച്ചത് ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം നമ്മൾ വരച്ചു. ചതുരത്തിന് തുല്യപ്പെട്ട ചതുരം, റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ. ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ചതുരം, റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിൾ. അവർ പറയുകയാണ് വശങ്ങൾ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരയ്ക്കുക. അതിന് തുല്യ പരപ്പുള്ള ചതുരം വരയ്ക്കണം. കണ്ടീഷൻ അതിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ, 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്കറിയാം, നേരത്തെ ചെയ്തപോലെ തന്നെ ഇത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക 4. ഇനി ചെയ്യേണ്ട പരിപാടി മനസ്സിലാക്കിക്കോളാം. എനിക്ക് 6 സെൻറ്റിമീറ്റർ ആണല്ലോ ഒരു സൈഡ് വരേണ്ടത്, പുതുതായിട്ട് വരയ്ക്കേണ്ടത്. ആ 6 ഇവിടുന്ന് താഴോട്ടേക്ക് നീട്ടുക 6. എന്നിട്ട് ഇത് 6 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഈ 2 എഡ്ജുകളായിട്ട് മൂലകളായിട്ട് ഇതിനെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ യോജിപ്പിച്ച ശേഷം ചെയ്യേണ്ട പരിപാടി ഈ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് വരച്ച 2 വരക്കും ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. കോമ്പസ് ഉപയോഗിച്ച് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കും. അങ്ങനെ നോക്കുക. ഇത് വരക്കുമ്പോൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഞാൻ റഫ് ഫിഗർ ആയതുകൊണ്ടാണ് കൂട്ടിമുട്ടാത്തത്. നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് ഒരു ബിന്ദുവിൽ എന്ത് ചെയ്യും?
ഇതിൻ്റെയും സമഭാജികൾ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഇതാ ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നിങ്ങളൊരു വൃത്തം വരയ്ക്കാം. ഒരു വൃത്തം അങ്ങനെ വരയ്ക്കാം. അപ്പോൾ ആ വൃത്തം കറക്റ്റ് ഇതിലോ കടന്നു പോയിക്കോളും. നമ്മൾ റഫ് ഫിഗർ ആയതുകൊണ്ടാണ് ചിത്രം ഇങ്ങനെ വരുന്നത്. ഇനി മനസ്സിലായിക്കോളാം, ഇതാണ് എനിക്ക് വരയ്ക്കേണ്ട പുതിയ ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്, വീതി. നീളം തന്നിട്ടുണ്ട് 6. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ചിത്രം വരയ്ക്കാൻ, വേണമെങ്കിൽ താഴോട്ട് വരയ്ക്കാം. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. നീളം എനിക്ക് 6 വരേണ്ടത്. ഇത് ഓൾറെഡി 4 ഉണ്ട്. 4ൽ നിന്ന് ഇങ്ങോട്ട് 2 എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് 2, അപ്പോൾ ഇത് 6 ആകും. ഈ ലെങ്ത് എടുത്ത് ഇവിടുന്ന് 4ൽ നിന്ന് ചാപം വരയ്ക്കുക. ഈ ലെങ്ത് കോമ്പസ് എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ചാപം വരയ്ക്കുക. ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ചതുരം, റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിൾ. ഈ വരയ്ക്കുന്ന ഭാഗം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഉണ്ടായിരിക്കും. എല്ലാവർക്കും സർക്കിൾസിൽ എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.